സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്, മഹിമയിൻ പ്രഭുത മഹത്വത്തിൻ യോഗ്യ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുത മഹത്വത്തിൻ യോഗ്യ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലം, എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപര, കർത്തനു തുല്യനാം ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപര, കർത്തനു തുല്യനാം ആരുമില്ല. മഹിമയിൻ പ്രഭുത മഹത്വത്തിൻ യോഗ്യ മാനവും പുകഴ്ചയും യേശുവിന്. ഓ മഹിമയിൻ പ്രഭുത മഹത്വത്തിൻ യോഗ്യ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എന്റെ, എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്? യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ചൊല്ലപ്പെടുമോ? യേശുനാഥ, യേശുനാഥ നീ എൻ പുരവശവസ, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ, യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റുന്നുണ്ട്, അതേ കർത്താവേ നീയാണ് എന്റെ ദൈവം, നീയാണ് എന്റെ കോട്ട, നീയാണ് എന്റെ ശൈലം. ഹല്ലേലൂയ. പ്രിയരെ, എന്റെ പേര് ബെറിൽ. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കർത്താവിന്റെ വിളി എന്റെ മേൽ വന്നു. നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നീ ഇറങ്ങണമെന്ന് പറഞ്ഞു. എന്റെ സെക്കൻഡ് ഇയറിൽ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പം വ്യക്തമായൊരു ദർശനത്തോടെ കർത്താവ് ഇറക്കി. എന്ത് ചെയ്യണം, കർത്താവ് എങ്ങനെ പോകണമെന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്കിതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കില്ല. കർത്താവിനോട് ചോദിച്ച് ഞാൻ എന്നാ ചെയ്യണം. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നുവരെ എനിക്ക് പ്രോപ്പറായിട്ട് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ എന്നെ ഇറക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ ഒരു അഭിഷേകത്തോടെ നീ എന്നെ ഇറക്കണം, അല്ലെങ്കിൽ എന്നെ ഇറക്കരുത്. ഒത്തിരി പേരുണ്ട്. കർത്താവെ എന്നെ ഇറക്കുകയാണെങ്കിൽ നീ വ്യത്യസ്തമായ ഒരു അഭിഷേകത്താൽ ഇറക്കണം. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആ റൂമിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പം
ഒരു അദൃശ്യമായ ശക്തി എൻ്റെ മേൽ വന്നു. അന്ന് ഞാൻ അഭിഷേകത്താൽ നിറയപ്പെട്ടു. നിങ്ങൾക്കറിയാം, അതുവരെ ഞാൻ സ്റ്റേജ് കണ്ട വിറയ്ക്കുന്ന ഒരു പയ്യനായിരുന്നു. എൻ്റെ കൊച്ചുനാളിൽ എൻ്റെ മമ്മി സൺഡേ സ്കൂളിൽ വെച്ച് എനിക്ക് പ്രസംഗിക്കാൻ എൻ്റെ അനുവാദം കൂടാതെ പേര് കൊടുത്തു. ഒരു 8ാമത്തെ വയസ്സിൽ എൻ്റെ പേര് വിളിച്ച് ഞാൻ സ്റ്റേജിൽ വന്നു. ഞാൻ അന്ന് പേടിച്ചു പോയതാണ്. പിന്നെ എനിക്ക് സ്റ്റേജ് കാണുമ്പം പേടിയാ. എൻ്റെ കാല് കൂട്ടിയിടിക്കും. ഒരു രീതിയിലും സ്റ്റേജിൽ വന്ന് ഒന്നും ചെയ്യത്തില്ല. അന്ന് ഞാൻ തീരുമാനം എടുത്ത. പിന്നെ അന്ന് അഭിഷേകം കിട്ടിയ അതിന് ശേഷമാ പിന്നെ ഞാൻ സ്റ്റേജ് കാണുന്നേ. പ്രിയരെ, അന്ന് കർത്താവിനെ അഭിഷേകം കൊണ്ട് നിറച്ചു. അന്ന് വരെ ഞാൻ മൂളിപ്പാട്ട് പോലും പാടത്തില്ലായിരുന്നു. പക്ഷെ ദൈവം ആ ഒരു അഭിഷേകം എന്റെ മേൽ പകർന്നു കഴിഞ്ഞ് കർത്താവിന് വേണ്ടി പാടാൻ തുടങ്ങി. ആ പാട്ട് ഇതുവരെ നിലച്ചിട്ടില്ല. ഇന്നും കർത്താവിന് വേണ്ടി പാടാൻ ദൈവം എന്നെ ഇടയാക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ യോഗ്യതയൊന്നുമല്ല, നമ്മൾ അവൈലബിൾ ആണോ എന്നാ കർത്താവ് നോക്കുന്നേ. നമ്മൾ അവൈലബിൾ ആണെങ്കിൽ നമ്മളെ ഏബിൾ ആക്കാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പറയുന്നുണ്ടായിരിക്കാം, ഞാൻ യോഗ്യനല്ല, എന്നെ കൊണ്ടൊന്നും കഴിവില്ലെന്ന് നിങ്ങൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ സാക്ഷ്യം നിങ്ങളുടെ മുൻപിൽ ഞാൻ പറയുക. യോഗ്യതയില്ലാത്തവനെ യോഗ്യനാക്കി മാറ്റുന്ന ഒരുത്തനുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്ന നമ്മുടെ യേശുവാണ്. ഹല്ലേലൂയ. അടുത്തൊരു ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. സൃഷ്ടാവം ദൈവമേ എന്നെ യേശുവേ. ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ. സൃഷ്ടാവാം ദൈവമേ എന്നെ യേശുവേ, നിത്യനാം ദൈവമേ എന്നെ യേശുവേ. സൃഷ്ടാവാം ദൈവമേ എന്നെ യേശുവേ, നിത്യനാം ദൈവമേ എന്നെ യേശുവേ. ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ നായകനേ, കർത്താധികർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനെ രാജാവ് അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാ ദൈവമേ അങ്ങേ നാവിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവ് അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാ ദൈവമേ അങ്ങേ നാവിച്ചിടുന്നേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ഊരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ. ഊരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ. പരിശുദ്ധനായ രാജാവേ അങ്ങേ വാഴ്ത്തി
അവൻ എന്റെ ശൈലവും എൻ കോട്ടയും അവൻ എന്റെ രക്ഷയും എൻ ആശ്രയം എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ അവൻ എന്റെ ഉപനിധിയെ എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ അവൻ എന്റെ ഉപനിധിയെ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പാടുമോ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ ഹല്ലേലൂയ. പാടാനും പാടുക. നിൻഹിതം പോലെ എന്നെ നടത്തണേ, പോകേണ്ടുന്ന വഴി എന്നെ നീ കാണിക്കണം. ഹല്ലേലൂയ. അല്പം കൂടെ റിവേർബ് എനിക്ക് തരാമോ? കുറച്ചുകൂടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന അതാകണം. കർത്താവേ, എന്റെ ഹിതമല്ല, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഹിതം എന്നിൽ നിറവേറണം. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആ പ്രാർത്ഥനയുണ്ട്? ആ കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. ഈ ഒരു കോറസ് ഒന്നുകൂടെ നമ്മളൊന്ന് ചേർന്ന് പാടാൻ പറ്റുമോ? ഹല്ലേലൂയ. നിൻ ഹിതം പോലെ എന്നെ നടത്തണേ, പോകേണ്ടുന്ന വഴി നീ എന്നെ കാണിക്കണം. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂരിരുളായാലും താഴ്വരയായാലും നമ്മുടെ കൂടെ നമ്മുടെ കർത്താവ് കാണും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ഉറപ്പോടെ നമുക്കൊന്ന് ചേർന്ന് പാടുമോ? ഹല്ലേലൂയ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ ഭാവിച്ചിടുന്നേ. ഒരുമിച്ച് അല്പനിമിഷം കൂടെ ഉണ്ട്. ഒരുമിച്ച് നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ കർത്താവിനെ അല്പനിമിഷം കൂടെ ആരാധിക്കാൻ പോവാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു 138 സങ്കീർത്തനത്തിൽ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. എന്റെ വൈഫിനെ സംബന്ധിച്ച് മെഡിക്കൽ ശാസ്ത്രം ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് എന്റെ വൈഫ്. ഒരു മൈനർ ഓപ്പറേഷന് വേണ്ടി സ്പൈനൽ അനസ്തേഷ്യ എടുത്തപ്പം അതിന്റെ ഡോസ് കൂടി അതിന്റെ അരയ്ക്ക് കീഴ്പോട്ട് എന്റെ വൈഫിന്റെ തളർന്നു പോയ വ്യക്തിയാണ്. എന്നാൽ ഒരു രാത്രിയിൽ ദൈവം അവളെ തൊട്ടു. മെഡിക്കൽ ശാസ്ത്രം പറഞ്ഞു ഇനി അവൾ എഴുന്നേൽക്കത്തില്ലെന്ന്. എന്നാൽ എന്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ രുചിച്ചറിഞ്ഞതാണ്. അന്നു മുതൽ ഞാൻ ഈ വാക്യം എവിടെ ചെന്നാലും പറയും, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും.
കഷ്ടതയില്ലെന്ന് പറയുന്ന ഒരു സുവിശേഷമല്ല. കഷ്ടതയുണ്ട്, എന്നാൽ അതിന്റെ നടുവിൽ ജീവിപ്പിക്കുന്ന ഒരു ദൈവശക്തി. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞവർ കമോൺ ആ വായെ തുറന്ന് കർത്താവിനൊന്ന് നന്ദി പറയുമോ? ഹല്ലേലൂയ. ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലവൻ കാത്തിടും. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലവൻ കാത്തിടും. തുണയെനിക്ക് യേശുവാ, തുണയെനിക്ക് യേശുവാ, ഓ കുറവിനിയില്ലതാ. അനുദിനം നിഴലിൽ ഓ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവാ, കുറവിനിയില്ലതാ. അനുദിനം നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. We adore your name. Hallelujah.
worship you, Jesus. We worship you, Jesus. Hallelujah. 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 വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി എന്നെ കാക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ലോകത്തിൽ ആരെല്ലാം വീഴട്ടെ, ആരൊക്കെ നശിച്ചു പോകട്ടെ, നശിക്കുന്ന തലമുറയെ നശിക്കാത്ത ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു കർത്താവിനെ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യം. ജനമൊന്ന് ചേർന്ന് പാടുന്നു. നീ എന്റെ സർവവും, നീ എനിക്കുള്ളതും, നീ എന്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ തന്നതിനാ നീ എന്റെ സർവം എല്ലാറ്റിലും. അക്കരങ്ങൾ ഉയർത്തി പാടുമോ? തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു. സദാ നമ്മെ ദൈവസാന്നിധ്യത്തിൽ തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു